ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ ജാമ്യം കിട്ടിയത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ജാമ്യ ഹർജികളുമായി തുടർന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം എന്നതിലാണ് പത്മകുമാർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് പത്മകുമാറിന്റെ അഭിഭാഷകരും പറയുന്നത്. കാര്യം നേരത്തെ മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിച്ചിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് ഈ ജാമ്യാപേക്ഷ 90 ദിവസം കഴിയുന്ന സമയത്ത് തന്നെ സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് 90 ദിവസത്തിലേക്ക് എത്താനുള്ളത്. അതായത് ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ റിമാൻഡ് കാലാവധി കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ എ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 10-ാം തീയതി വരെ അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് കോടതി.